ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ 2 കപ്പ് പാൽ കൊണ്ട് ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഡ്രിങ്കോ ഡെസേർട്ടോ എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം ഒരു പാത്രത്തിലേക്ക് ഞാൻ 2 കപ്പ് പാൽ എടുക്കുന്നുണ്ട്. 250 ml കപ്പിലാണ് കേട്ടോ 2 കപ്പ് പാൽ എടുക്കുന്നത്. അതിലേക്ക് തന്നെ 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര കൂട്ടി കൊടുക്കുക. ഞാൻ 1/4 കപ്പാണ് എടുക്കുന്നത്. ഇനി ഈ പാൽ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. പാൽ തിളച്ച് വരുമ്പം നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ പാലിൻ്റെ ക്വാണ്ടിറ്റി പകുതിയാകുന്നവരെ ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യണം. നമുക്ക് പാൽ ഹാഫ് ക്വാണ്ടിറ്റി ആവുന്നവരെ വെയിറ്റ് ചെയ്യൊന്നും വേണ്ട കേട്ടോ. നമുക്ക് ആ സമയം കൊണ്ട് 2 ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ 4 സൈഡ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ഈ ബ്രെഡ് നമുക്ക് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലത്തെ ഈസി ആൻഡ് ക്വിക്ക് റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഷോമെ എന്തായാലും പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ കുറുകി വന്ന പാലിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ച ബ്രെഡ് പീസസ് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇനി വേറൊരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഗീ നല്ലപോലെ ഹീറ്റായി വരുമ്പം അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ബദാമും ക്രഷ് ചെയ്ത ബദാമും കിസ്മിസും കാഷ്യുമാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമെന്ന് വെച്ചാൽ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി പാൽ ബ്രെഡ് മിക്സറിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടിട്ട് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളച്ച് വരുമ്പം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവ് ചെയ്യാം. നമുക്ക് ചൂടോടെയും കുടിക്കാൻ പറ്റും, ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കുടിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണേ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുള്ളവരൊന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇതുപോലത്തെ ഈസി റെസിപ്പീസും പുതിയ വ്ളോഗ്സുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ.